ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മഞ്ചാടിയും ജീവൻ രാജിൻ്റെ അച്ഛനും അമ്മയും കൂടിയിട്ട് ആഷിഫിനെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിൽ എത്തുക കേട്ടോ. എന്നിട്ട് ജീവൻ രാജിൻ്റെ കാര്യങ്ങളൊക്കെ മഞ്ചാടി ചോദിച്ചറിയാണ്. അങ്ങനെ അവർ പലതവണ മാറി മാറി ചോദിക്കുമ്പോൾ ആഷിഫ് ഒരു അക്ഷരം പോലും മിണ്ടുന്നില്ല. അപ്പോൾ മഞ്ചാടി പറയാണ്, നീയും ജീവൻ രാജും നല്ല ബെസ്റ്റ് ഫ്രണ്ട്സുകളായിരുന്നല്ലോ, എന്തിനാണ് ആ സമയത്ത് രാത്രിയിൽ തന്നെ ജീവൻ രാജുമായി തുരത്തിൽ നിന്ന് പോവാൻ ശ്രമിച്ചത്, ആര് പറഞ്ഞിട്ടാണെന്ന് ചോദിക്കാട്ടോ. അപ്പോൾ ജീവൻ രാജിൻ്റെ അച്ഛൻ ചോദിക്കുകയാണ്, എന്താണെങ്കിലും നീ ഒന്ന് പറ ആസിഫെ, കാരണം എൻ്റെ മോനെ ആ സമയത്ത് നീ അവിടെ നിന്ന് കൊണ്ടുപോവാൻ ആര് പറഞ്ഞിട്ടാണ്? അവനെ രക്ഷിക്കാനാണോ അതോ ശത്രുവിന് എറിഞ്ഞു കൊടുക്കാനാണോ നീ അവനെ കൊണ്ടുപോയത്? നീ ഒന്ന് പറ. നീ അവനെ അറിഞ്ഞുകൊണ്ട് ചതിക്കില്ല എന്നുള്ളത് ഞങ്ങൾക്കറിയാം, പിന്നെ എന്തുകൊണ്ടാണ് നീ ഒന്നും മിണ്ടാതിരിക്കുന്നത്? അപ്പോൾ മഞ്ചാടി പറയാണ്, ആസിഫിന് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പറയണ്ട, ജീവൻ എന്താ പറ്റിയത് എന്നുള്ളത് അറിയാനുള്ള അവകാശം ഞങ്ങൾക്കുണ്ട്, അതുകൊണ്ട് എനിക്കറിയാം എന്ത് ചെയ്യണം എന്നുള്ളത്. അച്ഛനും അമ്മയും എൻ്റെ കൂടെ വാ എന്ന് പറഞ്ഞ് മഞ്ചാടി അവരെയും കൂട്ടി പോവാട്ടോ. അപ്പോൾ പെട്ടെന്ന് ആസിഫ് മഞ്ചാടി എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്, ഞാൻ തുരത്തിൽ പോയി ജീവനെ ആ സമയത്ത് ഇറക്കിക്കൊണ്ടുവന്നത് സുശീലാൻറ്റി പറഞ്ഞിട്ടാണ്. നിന്റെയും ജീവന്റെയും വിവാഹം നടത്താതിരിക്കാൻ ആരൊക്കെയോ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതും, പിന്നെ ജീവനെ അമ്പലത്തിലേക്ക് പോകുന്ന വഴിയിൽ അപകടപ്പെടുത്തണം എന്നൊക്കെയാണ് അവർ തീരുമാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നീ ഇപ്പം തന്നെ ജീവനുമായിട്ട് തുരത്തിൽ നിന്നും പോവണം എന്ന് പറഞ്ഞു വിളിച്ചു. അതിൽ നിന്നും അവനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ രാത്രിയിൽ തന്നെ ജീവനുമായിട്ട് എൻ്റെ വീട്ടിലേക്ക് പോവാം എന്നുള്ളത് തീരുമാനിച്ചത്. പക്ഷേ പോകുന്ന വഴിയിലാണ് നല്ല അടിയൊഴുക്കുള്ളത് കൊണ്ടാണ് തോണി മറിഞ്ഞത്. എനിക്ക് ഇത്രേ അറിയൂ, എന്നോട് ഇനി ഒന്നും കൂടുതൽ ചോദിക്കരുത് എന്നും പറഞ്ഞ് ആസിഫ് പൊട്ടി കരയാണ് കേട്ടോ. അത് കാണുന്ന സമയത്ത് മഞ്ചാടിക്ക് നല്ല വിഷമാവാണ്. അങ്ങനെ മഞ്ചാടി നേരെ ഐസിയുവിൻ്റെ അവിടേക്ക് പോവാണ് കേട്ടോ, സുശീലയുമായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ സത്യനും രാമും ഉണ്ടാവും. അങ്ങനെ സിസ്റ്ററോട് മഞ്ചാടി പറയണേ, ഞാനൊന്ന് സുശീലാൻറ്റിയെ കണ്ട് സംസാരിച്ചിട്ട് എൻ്റെ സംസാരം കേട്ടാൽ ഉറപ്പായും സുശീലാൻറ്റി കണ്ണു തുറക്കും എന്ന് പറയുമ്പോൾ ആ സിസ്റ്റർ പറയണേ, ഇല്ല, ഇപ്പോൾ ഐസിനകത്ത് കയറി കാണാനൊന്നും പറ്റില്ല എന്നും പറഞ്ഞിട്ടാണ് കേട്ടോ സിസ്റ്റർ പോകുന്നത്. അപ്പോൾ സത്യം പറയണേ, മഞ്ചാടി ഞങ്ങളെ പോലും ഇതുവരെ അമ്മയെ കാണിച്ചിട്ടില്ല, ഞങ്ങൾക്ക് പോലും കയറാൻ പറ്റില്ല എന്നാണ് അവർ പറഞ്ഞത്, അമ്മയ്ക്ക് ഇതുവരെ ബോധം വന്നിട്ടില്ല. അപ്പോൾ മഞ്ചാടി പറയണേ, എൻ്റെ ദോഷം കൊണ്ടാണോ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്? ജീവൻ ഇങ്ങനെ ഒരു അപകടം പറ്റിയതും സുശീലാൻറ്റിക്ക് പെട്ടെന്ന് നെഞ്ചുവേദന വന്നതും എല്ലാം എൻ്റെ ദോഷം കൊണ്ടാണോ? അങ്ങനെയൊന്നും കരുതേണ്ട മഞ്ചാടി, ഒരു അപകടവും കൂടാതെ ജീവൻ രാജു തിരിച്ചെത്തും. അതുപോലെ അമ്മയ്ക്കും ഇതൊക്കെ പെട്ടെന്ന് തന്നെ അസുഖം ഭേദമാവും. ഇതുപോലെ രണ്ടുപേരെ രക്ഷപ്പെടുത്തി ഈ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നില്ലേ, അതുപോലെ ജീവൻ രാജും ഏതെങ്കിലും ഒരു തരത്തിൽ കയറിയിട്ടുണ്ടാവും. ജീവൻ രാജു രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞുള്ള വാർത്ത ഉടനെ തന്നെ മഞ്ചാടി കേൾക്കും. ആ സന്തോഷ വാർത്ത മഞ്ചാടി ഉറപ്പായും കേൾക്കും. നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട എന്ന് പറഞ്ഞ് സത്യൻ മഞ്ചാടിയെ ആശ്വസിപ്പിക്കുകയാണ്. സത്യത്തെ, ഞാനിപ്പോൾ സുശീലാൻറ്റിയെ ഇവിടേക്ക് കാണാൻ വേണ്ടി വന്നത്, ഞാനിപ്പോൾ വെള്ളത്തിലുണ്ടായിരുന്ന ആസിഫ്, ജീവന്റെ കൂടെ ഉണ്ടായിരുന്ന ആസിഫിനെ പോയി കണ്ടിട്ടാണ് ഇവിടേക്ക് വരുന്നത്. ആസിഫ് പറഞ്ഞത് ആ തുരത്തിൽ നിന്നും ആ രാത്രിയിൽ ജീവൻ രാജിനെ കൊണ്ടുവരാൻ പറഞ്ഞ് സുശീലാൻറ്റി പറഞ്ഞിട്ടാണെന്നാണ്. പക്ഷേ ഞാൻ അത് വിശ്വസിക്കുന്നില്ല. ഒരിക്കലും സുശീലാൻറ്റി ആ രാത്രിയിൽ ജീവനെ അവിടെ നിന്നും കൊണ്ടുവരാൻ പറയില്ല. അപ്പോൾ ജീവൻ രാജിന്റെ അച്ഛൻ പറയാണ്, ആസിഫും ജീവൻ രാജും അത്രയ്ക്ക് അടുത്ത കൂട്ടുകാരാണ്, അവൻ ഒരിക്കലും ജീവനെ കുറിച്ച് ഇങ്ങനെ ഒരു കള്ളം പറയില്ല എന്ന് പറയുമ്പോൾ ആൻറ്റിയിൽ നിന്നും സത്യാവസ്ഥ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇവിടേക്ക് വന്നത് എന്ന് മഞ്ചാടി പറയുമ്പോൾ സത്യനും ശ്യാമും അങ്ങ് ഞെട്ടിപ്പോവാണ്. അപ്പോൾ സത്യം പറയണം, മഞ്ചാടി ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട, ഞാൻ അമ്മ കണ്ണ് തുറന്ന് ഉടനെ തന്നെ ഇതിനെക്കുറിച്ച് ചോദിച്ചോളാം, എന്നിട്ട് ഞങ്ങൾ മഞ്ചാടിയെ വിളിച്ചോളാം. ഇപ്പോൾ മഞ്ചാടി പോയിക്കോ, അതിൻ്റെ മുന്നേ ജീവൻ എങ്ങാനും തിരിച്ചെത്തുകയാണെങ്കിൽ ജീവനിൽ നിന്നു തന്നെ എല്ലാ സത്യവും അറിയാമല്ലോ എന്ന് ശ്യാമു പറയട്ടോ. അപ്പോൾ സത്യം പറയണ, മഞ്ചാടി ഒന്നുകൊണ്ട് വിഷമിക്കാതിരിക്കെ, മഞ്ചാടിക്ക് നഷ്ടപ്പെട്ടതെല്ലാം ഉടനെ തന്നെ തിരിച്ചു കിട്ടും, അതിനുവേണ്ടി ഞങ്ങൾ കൂടി പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് മഞ്ചാടിയെ അവിടെ നിന്നും പറഞ്ഞയക്കണം. പിന്നീട് അനന്ത മാഷും അനുപമയും രഘുവും അമ്പിളിയും കൂടി അനുപമയ്ക്ക് വാങ്ങിയ വീട്ടിലെത്തിയിട്ടുണ്ടാവും കേട്ടോ. എന്നിട്ട് രഘു ദാസാറിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാണ്, മഞ്ചാടി എവിടെയാണുള്ളത് എന്നുള്ളത് ദാസാറിന് അറിയോ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അങ്ങനെ ദാസാർ പറയണേ, എനിക്കറിയില്ല എന്നുള്ള കാര്യമൊക്കെ പറയണം. അങ്ങനെ രഘു മാഷിനോട് ചെന്ന് കാര്യങ്ങളൊക്കെ പറയട്ടോ. നമ്മളെല്ലാവരും കൂടി ദാസാറിൻ്റെ വീട്ടിലേക്ക് ചെല്ലുമെന്നാണ് അവരൊക്കെ പ്രതീക്ഷിച്ചത്. അവിടെ എല്ലാവരും ഉണ്ട്, വിനയനും ചീരുവും ദയും ഒക്കെ അവിടെ ഉണ്ട് എന്ന് പറയുമ്പോൾ, ഞാനതിന് അവരെ കാണാനല്ലല്ലോ വന്നത് രഘു, ഞാൻ നിന്നോട് എന്താണ് പറഞ്ഞത്? മഞ്ചാടി എവിടെയാണുള്ളത് എന്ന് നിന്നോട് ചോദിക്കാനല്ലേ ഞാൻ പറഞ്ഞത്. അപ്പോൾ രഘു പറയണേ, മഞ്ചാടി എവിടെയാണുള്ളത് എന്ന് അവർക്ക് ആർക്കും അറിയില്ല. അപ്പോൾ അനുപമ പറയണേ, ഞാൻ എന്തായാലും രവിയെ ഒന്ന് വിളിച്ചു നോക്കട്ടെ, മഞ്ചാടി മോള് അവിടെയല്ലേ ഉണ്ടായിരുന്നത്, അപ്പോൾ അവിടെ തന്നെ ഉണ്ടോ എന്ന് ഞാൻ ചോദിച്ചറിയട്ടെ എന്ന് പറയുമ്പോൾ അമ്പിളി പറയണേ, അതിന് ഹർഷയുടെ വീട്ടിലേക്ക് അച്ഛൻ പോവോ? മാഷ് പറയണേ, എൻ്റെ മോള് എവിടെയാണെങ്കിലും ഞാൻ അവിടേക്ക് പോകും, എനിക്ക് എൻ്റെ മോളെ ഒന്ന് കണ്ടാൽ മതി, അല്ലെങ്കിൽ ഞാനാവും ഉരുകി തീരുക എന്ന് പറയുമ്പോഴാണ് അവിടേക്ക് ഇന്ദ്രൻ വരുന്നത്. അപ്പോൾ രഘു പറയണേ, ഇന്ദ്രനാണെന്ന് പറയുമ്പോൾ മാഷ് പറയണേ, ഇന്ദ്രനോട് അകത്തേക്ക് വരാൻ പറ. മാഷ് ഇന്ദ്രനെ കണ്ടപ്പോൾ അവിടെ ഇരിക്കാൻ പറയാണ്. എന്നിട്ട് സുശീലയുടെ കാര്യം ചോദിക്കുകയാണ്, എങ്ങനെയുണ്ട് സുശീലയ്ക്ക് ഇപ്പോൾ എന്ന് ചോദിക്കുമ്പോൾ, ഇതുവരെയും ഒന്നും പറഞ്ഞിട്ടില്ല ഡോക്ടർ, ഐസിയുവിൽ തന്നെയാണ് അമ്മ, അവിടെ ശ്യാമും സത്യനൊക്കെ ഉണ്ട് എന്ന് പറയട്ടോ. അച്ഛൻ എല്ലാ കാര്യങ്ങളും അറിഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പോൾ, എല്ലാ കാര്യവും ഞാൻ അറിഞ്ഞു, എനിക്കിപ്പോൾ എൻ്റെ മഞ്ചാടി മോൾ എവിടെയാണ് ഉള്ളത് എന്നാണ് അറിയേണ്ടത്, ഇന്ദ്രന് അത് അറിയുമോ എന്ന് ചോദിക്കുമ്പോൾ, അത് പറയാനാണ് ഞാനിപ്പോൾ ഇവിടേക്ക് വന്നത്, ഞാൻ അനുവിൻ്റെ ഫോണിലേക്ക് വിളിച്ചിരുന്നു, പക്ഷേ കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ അനുപമ പതറിയും കൊണ്ട് പറയണ, അത് പിന്നെ ഫോൺ ചിലപ്പോൾ ഓഫായി പോയിട്ടുണ്ടാവും, ചാർജ് തീർന്നിട്ട്, അത് ഞാൻ നോക്കിയിട്ടില്ല എന്ന് പറയട്ടോ. മഞ്ചാടി ഇപ്പോൾ
രവിയുടെ വീട്ടിലില്ല, മഞ്ചാടി അവിടെ നിന്നും പോയി എന്നങ്ങ് പറഞ്ഞതോടുകൂടി മാഷ് അങ്ങ് ഞെട്ടിപ്പോവാണ്. അവൾക്ക് ജീവൻ രാജിന്റെ അപകടത്തിൽ എന്തൊക്കെയോ സംശയങ്ങളുണ്ട്, അത് അന്വേഷിച്ചറിയാനാണെന്നും പറഞ്ഞിട്ടാണ് അവിടെ നിന്നും ഇറങ്ങിയത്. മാഷ് പറയണ അവൾ ഒറ്റയ്ക്ക് ഇറങ്ങിയിട്ട് എന്ത് കണ്ടുപിടിക്കാനാണ് ഇന്ദ്ര എന്ന് പറയുമ്പോൾ അതിന് അവൾ ഒറ്റയ്ക്കല്ല, അവളുടെ കൂടെ ജീവൻ രാജിന്റെ അച്ഛനും അമ്മയും ഉണ്ട്, അവരവിടേക്ക് വന്നിരുന്നു, അവരെ കൂടെയാണ് മഞ്ചാടി പോയത്, അതുകൊണ്ട് ഒന്നുകൊണ്ട് പേടിക്കേണ്ട അച്ഛൻ. അത് പോരെ ഇന്ദ്ര, എനിക്ക് എൻ്റെ മോളെ ഒന്ന് കാണണം, എൻ്റെ പൊന്നു മോളെ എനിക്കൊന്ന് കാണണം, അവളുടെ ആഗ്രഹത്തിനൊത്ത് എനിക്ക് അവളുടെ കൂടെ നിൽക്കാൻ കഴിഞ്ഞില്ല, ഇനിയെങ്കിലും എനിക്ക് അവളെ ഒന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കണം, എനിക്ക് അവളെ ഒന്ന് കാണണം, എന്നെ ഒന്ന് കൊണ്ടുപോകുമോ ഇന്ദ്ര, അവളുടെ അടുത്തേക്ക്, അവൾ എവിടെയാണ് ഉള്ളത് അവിടേക്ക് എന്നെ ഒന്ന് കൊണ്ടുപോവോ എന്ന് മാഷ് ഇന്ദ്രന്റെ മുന്നിൽ യാചിച്ചു കൊണ്ടാണ് കേട്ടോ പറയുന്നത്. ആ സമയത്ത് അനുപമയ്ക്ക് അച്ഛൻ്റെ അവസ്ഥ കാണുമ്പോൾ വല്ലാത്ത വിഷമവും വരുന്നുണ്ട്, എന്നാൽ ഇന്ദ്രനോടൊത്ത് അടുക്കുന്നത് ഇഷ്ടപ്പെടുന്നതുമില്ല കേട്ടോ. എന്നിട്ട് മാഷ് പറയാണ് ബാക്കിയുള്ളതെല്ലാം നമുക്ക് മറക്കാം, എനിക്കിപ്പോൾ എൻ്റെ മോളാണ് വലുത്, എൻ്റെ മോളുടെ നിരാശ നിറഞ്ഞ മുഖമുള്ള മോളെയാണ് എനിക്കിപ്പോൾ എൻ്റെ മനസ്സിൽ ഓടിയെത്തുന്നത്, അതുകൊണ്ട് എനിക്കിപ്പോൾ എൻ്റെ മോളെ കണ്ടേ മതിയാവും, ഇന്ദ്രൻ എന്നെ ഒന്ന് സഹായിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ രഘുവിനടക്കം എല്ലാവർക്കും എന്താണ് ഈ അച്ഛൻ പറയുന്നത്, എന്തിനാണ് ഇവൻ്റെ മുന്നിൽ ഇങ്ങനെ യാചിക്കുന്നത് എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ അവരൊക്കെ നോക്കുന്നത്. എന്തിനാ അച്ഛ എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, നമുക്ക് പോവാം, നമുക്ക് മഞ്ചാടി എവിടെയാണെങ്കിലും കണ്ടുപിടിക്കാം, അച്ഛൻ എൻ്റെ കൂടെ വാ എന്ന് പറയുമ്പോൾ അമ്പിളി പറയണേ രഘുവേട്ടൻ അച്ഛൻ്റെ കൂടെ ഇപ്പോൾ സുശീലാൻ്റെ ആശുപത്രിയിലല്ലേ, അപ്പോൾ ഇന്ദ്ര നേരം അച്ഛൻ്റെ കൂടെ പോകാൻ കഴിയും, അതുകൊണ്ട് രഘുവേട്ടൻ പോയിക്കോ എന്ന് പറയുമ്പോൾ ഇന്ദ്ര പറയണേ അതൊന്നും വേണ്ട, അതൊന്നും കുഴപ്പമില്ല, അമ്മയുടെ അടുത്ത് സത്യനും ശ്യാമും സോനയൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് ഒരു കുഴപ്പവുമില്ല, അച്ഛൻ എൻ്റെ കൂടെ വാ എന്നും പറഞ്ഞ് മാഷും ഇന്ദ്രനും കൂടി മഞ്ചാടിയുടെ അടുത്തേക്ക് പോവാണ്. അപ്പോൾ ഇന്ദ്രൻ പറയണേ ഞാൻ തന്നെ അച്ഛനെ ഇവിടെ കൊണ്ടുവിട്ടോളാം, മഞ്ചാടിയെ കണ്ട ശേഷം ഞാൻ തന്നെ കൊണ്ടുവരാം എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. അങ്ങനെ ഇന്ദ്രൻ പോകുന്ന സമയത്ത് അനുപമയെ ഒന്ന് നോക്കാൻ കേട്ടോ. അപ്പോൾ അനുപമ ഇന്ദ്രൻ്റെ മുഖത്തേക്ക് നോക്കാൻ മടിച്ചിട്ട് താഴേക്ക് നോക്കുകയാണ്. എന്നാൽ അച്ഛൻ്റെ അവസ്ഥ കാണുമ്പോൾ, ആ ദയനീയ അവസ്ഥ കാണുമ്പോൾ അനുപമയ്ക്ക് വല്ലാത്ത വിഷമവും വരുന്നു. ഈ സമയം മഞ്ചാടിയും ജീവൻ രാജിൻ്റെ അച്ഛനും അമ്മയും കൂടി തുരത്തിലേക്ക് പോവാട്ടോ. അപ്പോൾ തോണിയിൽ പോകുന്ന സമയത്ത് മഞ്ചാടി എല്ലാ കഥകളും പറയുകയാണ്, ഞാനും ജീവൻ രാജും ഒരുമിക്കാൻ വേണ്ടി ഈ തുരത്തിലൂടെ ഈ വള്ളത്തിലൂടെയാണ് ഞങ്ങൾ പോയത്, അപ്പോൾ ഒരിക്കലും ഈ കായൽ ഞങ്ങളെ ചതിക്കില്ല, ഞങ്ങളെ ഒരുമിപ്പിക്കാൻ വേണ്ടി സഹായിച്ചതല്ലേ ഈ കായൽ, പിന്നെ ഒരിക്കലും എൻ്റെ ജീവനെ ഒറ്റയ്ക്ക് എന്നെ തനിച്ചാക്കി ഒരിക്കലും എൻ്റെ ജീവനെ കൊണ്ടുപോവില്ല, ഒരിക്കലും എന്നെയും ജീവനെയും ചതിക്കാൻ ഈ കായലിന് കഴിയില്ല എന്ന് വിഷമത്തോടു കൂടി മഞ്ചാടി പറയണം. അപ്പോൾ മുരുകൻ പറയണം ഒരിക്കലും ജീവന് ഒന്നും സംഭവിക്കില്ല, അവൻ എവിടെയെങ്കിലും രക്ഷപ്പെട്ടിട്ടുണ്ടാവും, ആരെങ്കിലും അവനെ രക്ഷപ്പെടുത്തിയിട്ടുണ്ടാവും, ആസിഫ് രക്ഷപ്പെട്ടതുപോലെ അവനും രക്ഷപ്പെട്ടിട്ടുണ്ടാവും എന്ന് മുരുകൻ പറയുമ്പോൾ ജീവൻ്റെ അമ്മ പറയണം അത് മോളെ, എൻ്റെ ജീവൻ എവിടേക്കെങ്കിലും നീന്തി രക്ഷപ്പെട്ടിട്ടുണ്ടാവും, അവനെ ആരെങ്കിലും രക്ഷപ്പെടുത്തിയിട്ടുണ്ടാവും, എൻ്റെ മോന് ഒരു അപകടവും പറ്റിയിട്ടുണ്ടാവില്ല എന്ന് പറയുമ്പോൾ ജീവൻ്റെ അച്ഛൻ പറയണേ ഞങ്ങൾക്കുള്ള ആകെ ഒരു മോനാണ് ജീവൻ, ഒരിക്കലും അവനെ ഞങ്ങൾക്ക് നഷ്ടപ്പെടില്ല, ഞങ്ങൾ അതിന് മാത്രം ഒരു പാവവും ആരോടും ഞങ്ങൾ ചെയ്തിട്ടില്ല. അപ്പോൾ മഞ്ചാടി പറയണേ എൻ്റെ ജീവൻ നഷ്ടപ്പെടില്ല എന്ന് തന്നെയാണ് എൻ്റെയും വിശ്വാസം, എൻ്റെ ജീവൻ തിരിച്ചു വരും, ഞങ്ങളെ ചതിക്കാൻ പ്രകൃതി ഒരിക്കലും കൂട്ടു നിൽക്കില്ല, മനുഷ്യരാരെങ്കിലും എന്തെങ്കിലും ചെയ്തെങ്കിലേ ഉള്ളൂ എന്ന് മഞ്ചാടി വിഷമത്തിൽ പറയാണ്. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ ജീവൻ രാജിൻ്റെ അമ്മ പൊട്ടിക്കരയാണ് കേട്ടോ. എന്നിട്ട് തുരത്തിലേക്ക് അവർ എത്തുകയാണ്. അപ്പോൾ ഈ സമയം ജീവൻ രാജിനെ കുറിച്ച് മോനാച്ചനും കുടുംബവും സംസാരിക്കാൻ കേട്ടോ. അപ്പോൾ നാട്ടുകാരൊക്കെ അവിടെ എത്തിയിട്ടുണ്ടാവും. അങ്ങനെ മോനാച്ചൻ പറയാണ് ഞങ്ങളുടെ ജീവൻ മോനെ ഉറപ്പായും ദൈവം തിരിച്ചു തരും, അങ്ങനെ ചതിക്കത്തൊന്നുമില്ല ഈ മോനാച്ചനെ, ഒരിക്കലും ജീവന് ഒരു അപകടവും വരില്ല എന്ന് പറയുമ്പോൾ നാട്ടുകാരൻ പറയാണ് അല്ല ഇനിയിപ്പോൾ അവിടെയാണ് തെരച്ചിലൊക്കെ നടത്തുന്നത്, ആ ഭാഗത്ത് നിന്നും പോലീസുകാർക്കും മുങ്ങൽ വിദഗ്ധർക്കും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ മൂന്നാം പക്കം കടലിൽ പൊന്തും എന്ന് പറയുമ്പോൾ അങ്ങനെ അറം പറ്റുന്ന വാക്കൊന്നും പറയല്ലടാ, എൻ്റെ ജീവൻ മോന് ഉറപ്പായും തിരിച്ചു വരും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് മഞ്ചാടിയും ജീവൻ രാജൻ്റെ അച്ഛനും അമ്മയും വരുന്നത്. അപ്പോൾ സൂസമ്മ ഓടി ചെല്ലുകയാണ് കേട്ടോ മഞ്ചാടിയുടെ അടുത്തേക്ക്. എന്നിട്ട് പൊട്ടിക്കരയാണ് മോളെ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട്. അപ്പോൾ മഞ്ചാടി ജീവൻ്റെ അച്ഛനെയും അമ്മയെയും അവരെ പരിചയപ്പെടുത്താൻ കേട്ടോ. അപ്പോൾ മോനാച്ചൻ പറയാണ് സാർ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, ഉറപ്പായും ജീവൻ തിരിച്ചു വരും, അത് ഞങ്ങളുടെ പ്രാർത്ഥനയാണെന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ്. അങ്ങനെ അകത്തേക്ക് കയറിയിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറയാണ് എന്തിനാണ് ആ സമയത്ത് ജീവനെ ആ സമയത്ത് ആസിഫിൻ്റെ കൂടെ പറഞ്ഞു വിട്ടത് എന്ന് ചോദിക്കുമ്പോൾ ആസിഫാണ് ജീവനെയും മഞ്ചാടിയെയും ഇവിടെ കൊടുന്ന് എല്ലാവരെയും പരിചയപ്പെടുത്തിയത് തന്നെ, അങ്ങനത്തെ ആസിഫ് വന്ന് വിളിച്ചാൽ ഞാൻ എങ്ങനെയാണ് ജീവനെ പറഞ്ഞയക്കാതിരിക്കുക എന്ന് മുരുകൻ അടക്കം എല്ലാവരും പറയട്ടോ. അപ്പോൾ ജീവന് അപകടം വരും എന്ന് കരുതിയിട്ടായിരിക്കും സുശീലാൻ്റെ ഉറപ്പായും ആസിഫിനോട് ജീവനെ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ പറഞ്ഞത് എന്ന് മഞ്ചാടി പറയുമ്പോൾ ആർക്കാണ് നിങ്ങളോട് ഇത്രയ്ക്ക് ശത്രുത, വെള്ളം മറിച്ച് ജീവനെ ഇല്ലാതാക്കാൻ വേണ്ടി നോക്കുന്നതൊക്കെ ആരാണ്, അത്രയ്ക്ക് ശത്രുതയുള്ളവരൊക്കെ നിങ്ങൾക്കുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മഞ്ചാടി പറയണ ഉറപ്പായിട്ടും ഉണ്ടാവും അച്ഛ, ഇല്ലെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലല്ലോ അച്ഛ, സുശീലാന്റിക്ക് ബോധം വന്നാൽ എല്ലാ സത്യവും നമുക്ക് അറിയാൻ കഴിയും എന്ന് പറയണ. അപ്പോൾ ജീവൻ്റെ അമ്മ പറയണ അതിൻ്റെ മുന്നേ എൻ്റെ മോൻ ഇങ്ങ് തിരിച്ചു വന്നാൽ മതിയായിരുന്നു എന്നും പറഞ്ഞ് പൊട്ടിക്കരയട്ടോ. അപ്പോൾ മഞ്ചാടി സങ്കടം സഹിക്കാൻ വയ്യാതെ ജീവൻ ഇരുന്നിരുന്ന ആ റൂമിലേക്ക് ചെല്ലാണ്. അങ്ങനെ അവിടെ ഇരിക്കുന്ന താലിമാലയും ജീവൻ കല്യാണത്തിനിടാൻ വേണ്ടി വെച്ച ആ ഡ്രസ്സും എടുത്ത് നോക്കുക കേട്ടോ. എന്നിട്ട് വിഷമത്തോട് കൂടിയിട്ടാണ് മഞ്ചാടി അതിൽ നോക്കി പൊട്ടിക്കരയുന്നത്. അപ്പോഴാണ് അവിടേക്ക് സൂസമ്മ വരുന്നത്. എന്നിട്ട് കരയുന്ന മഞ്ചാടിയെ ആശ്വസിപ്പിക്കാൻ കേട്ടോ. ഈ സമയം ഓനയും ഭാനുമയും കൂടി സുശീലയെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിൽ എത്താണ്. അപ്പോൾ സത്യനും ശ്യാമും പറയണേ എന്തിനാണ് നിങ്ങളിപ്പോൾ ഇവിടേക്ക് വന്നത് എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് സുശീലയെ ഒന്ന്
കാണണം സത്യ എന്ന് പറയാട്ടോ. അപ്പോൾ അമ്മയെ ഇതുവരെയും ആരെയും കാണിച്ചിട്ടില്ല, കാരണം അമ്മയ്ക്ക് ഇതുവരെയും ബോധം വന്നിട്ടില്ല. ഇടയ്ക്കെന്തോ ഒരു ബോധം വന്ന് കണ്ണു തുറന്നു എന്ന് പറഞ്ഞു, പക്ഷേ ഇനിയും നമ്മളെ ആരെയും കാണിക്കില്ല, കുറച്ചുകൂടി കഴിയേണ്ടി വരും എന്ന് പറയുമ്പോൾ സുശീലയ്ക്ക് നെഞ്ചുവേദനയൊക്കെ പറയാറുണ്ട്, പക്ഷേ ഇങ്ങനെ ഐസിയുവിൽ കിടക്കേണ്ടി വരുമെന്ന് കരുതിയില്ല സത്യ എന്ന് ഭാനുമ്മ വിഷമത്തോടു കൂടി പറയാണ്. എനിക്കൊന്ന് സുശീലയെ കാണണം എന്ന് പറയുമ്പോൾ അങ്ങനെ ഐസിയുവിൽ കയറി അങ്ങനെ കാണാനൊന്നും കഴിയില്ല, ആ മഞ്ചാടി വന്നിരുന്നു അമ്മയെ കാണാൻ വേണ്ടിയിട്ട് എന്ന് പറയുമ്പോൾ സോന പറയണ് കല്യാണം മുടങ്ങിയിട്ടും അമ്മയെ കാണാൻ വേണ്ടി മഞ്ചാടി വന്നല്ലോ എന്ന് പറയട്ടോ. അപ്പോൾ മഞ്ചാടി വന്നത് അമ്മയോട് ഒരു കാര്യം ചോദിച്ചറിയാനാണ്. ജീവൻ രാജന് അന്ന് ആ രാത്രിയിൽ ആസിഫിനോട് വിളിച്ച് തുരത്തിൽ നിന്ന് കൊണ്ടുപോകാൻ പറഞ്ഞിരുന്നത്, അതിനെക്കുറിച്ച് ചോദിച്ചറിയാൻ വേണ്ടിയിട്ടാണെന്ന് പറയുമ്പോൾ എല്ലാവരും സംശയത്തോട് കൂടിയിട്ടാണ് കേട്ടോ കേൾക്കുന്നത്. എന്തിനാണ് അമ്മ ആ രാത്രിയിൽ ആസിഫിനോട് ജീവൻ രാജനെ കൊണ്ടുപോകാൻ പറഞ്ഞത് എന്നുള്ള ഭാവത്തിൽ പിന്നീട് ഇന്ദ്രനെയും കൂട്ടി മാഷ് തുരത്തിലേക്ക് എത്താൻ കേട്ടോ. എന്നിട്ട് മഞ്ചാടിയെ കണ്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട്, പക്ഷേ മഞ്ചാടി മാഷിനോട് ഒരു അകൽച്ച പോലെയാണ് പെരുമാറുന്നത്. അങ്ങനെ മാഷ് വീട്ടിലേക്ക് മഞ്ചാടിയെ വിളിക്കുകയാണ് കേട്ടോ. നമുക്ക് ജീവൻ രാജനെ തിരിച്ചു കിട്ടിയാൽ നിങ്ങളുടെ വിവാഹം ഈ അച്ഛൻ തന്നെ മുൻനിർത്തി നടത്തി തരാം എന്ന് പറയുമ്പോഴും മഞ്ചാടി അതൊന്നും കേൾക്കാൻ പോലും കൂട്ടാക്കുന്നില്ല. അങ്ങനെ മഞ്ചാടി മാഷിനോട് പറയണേ, ഞാൻ എൻ്റെ ജീവൻ തിരിച്ചു വരുന്നത് വരെ ഞാൻ എവിടേക്കുമില്ല, ഞാൻ ജീവൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ അവരുടെ വീട്ടിലേക്കാണ് പോവുക എന്ന് പറയട്ടോ. അങ്ങനെ മാഷിനെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള മറുപടികളായിരിക്കും മഞ്ചാടി പറയുന്നത്. പിന്നീട് തിരിച്ചെത്തിയ മാഷ് മഞ്ചാടിയുടെ കാര്യമോർത്ത് വിഷമിച്ചിരിക്കുമ്പോഴാണ് ഇനി പഞ്ചരത്നത്തിലേക്ക് എല്ലാവരും കൂടി വരികയാണ്. ഇനി സ്വത്തിൻ്റെ പേര് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം എല്ലാവരും വഴക്കുണ്ടാക്കുകയാണ് കേട്ടോ. അങ്ങനെ അമ്പിളി എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറയാണ്, അച്ഛൻ ഇപ്പോൾ തറവാട്ടിൽ നിന്നും കിട്ടിയ സ്വർണ്ണമുണ്ടല്ലോ, അമ്മയ്ക്ക് വേണ്ടി കിട്ടിയ സ്വർണ്ണമുണ്ടല്ലോ, അതെല്ലാം വെറുതെ ലോക്കറിൽ ഇരിക്കുകയല്ലേ, അതെല്ലാം പണയം വെച്ച ശേഷം അതിൽ നിന്നും കിട്ടുന്ന കാശ് രഘുവട്ടന് കൊടുക്കണം, എന്നിട്ട് രഘുവട്ടൻ എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്തോളും എന്നങ്ങ് പറയട്ടെ. അപ്പോൾ രഘു തലക്ക് കൈവയ്ക്കാണ്, ഇവളെ കൊണ്ട് തോറ്റു, ഇവൾ വെറുതെ ഇവിടെ സ്വത്തിൻ്റെ പേര് പറഞ്ഞ് പ്രശ്നമുണ്ടാക്കാൻ ഒരുങ്ങുകയാണല്ലോ എന്നുള്ള ഭാവത്തിൽ കേട്ടോ. അങ്ങനെ ഇത് കേട്ടതോടുകൂടി ദയ യഥാർത്ഥ സ്വഭാവം അങ്ങ് പുറത്ത് വീണ്ടും എടുക്കുകയാണ്. അങ്ങനെ ദയ പറയാണ്, അങ്ങനെ വല്ലതും അച്ഛൻ ചെയ്താൽ ആ സ്വത്തിൻ്റെ പേരിൽ ഞങ്ങൾ കേസ് കൊടുക്കും, എനിക്ക് അതിൽ നിന്നും കുറച്ച് പങ്ക് കിട്ടിയേ പറ്റൂ, അമ്മയുടെ ഓർമ്മയ്ക്കായി എനിക്ക് ആ സ്വർണത്തിൽ നിന്നും കുറച്ച് പങ്ക് എനിക്ക് കിട്ടിയേ മതിയാവൂ എന്നങ്ങ് ദയ തീർത്ത് പറയട്ടോ. അതൊക്കെ കേൾക്കുമ്പോൾ മാഷ് തന്നെ അന്തം വിട്ടു പോവാണ്. അങ്ങനെ ദയ പറഞ്ഞതോടുകൂടി പിന്നെ ചീരുവും അങ്ങ് സംസാരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ എനിക്കും സംസാരിക്കാനുണ്ട്, അല്ല എല്ലാവർക്കും അച്ഛൻ ഓരോരുത്തർക്കും ഓരോ തരത്തിൽ അച്ഛൻ സ്വത്തുക്കളൊക്കെ കൊടുത്തിട്ടുണ്ട്, പക്ഷേ എനിക്കും വിനയേട്ടനും എന്താണ് അച്ഛൻ ഇതുവരെയും തന്നിട്ടുള്ളത് എന്ന് ചോദിക്കട്ടോ. അതോടുകൂടി മാഷിന് പിന്നെ എല്ലാവരുടെയും സ്വഭാവത്തിലെ മാറ്റം മനസ്സിലാവുകയാണ്. അപ്പോൾ മാഷങ്ങ് തകർന്നു പോവാണ്. എൻ്റെ മക്കളെ ഞാൻ ഇതുവരെയും ഒരു ബുദ്ധിമുട്ടും അറിയിക്കാതെ എൻ്റെ മക്കളുടെ അമ്മ നഷ്ടപ്പെട്ടു എന്ന് കരുതി എൻ്റെ മക്കളെ ഇതുവരെയും ഒരു പ്രയാസവും ബുദ്ധിമുട്ടും അറിയിക്കാതെ ഓമനിച്ച് ഞാൻ പൊന്നുപോലെ വളർത്തി വന്ന എൻ്റെ മക്കൾ സ്വത്തുക്കൾക്ക് വേണ്ടി പരസ്പരം തല്ലുകൂടുകയാണല്ലോ എന്നുള്ള വിഷമത്തോട് കൂടിയിട്ടാണ് കേട്ടോ മാഷ് അതൊക്കെ കാണുന്നത്. അങ്ങനെ മാഷ് ഒരു തീരുമാനം മനസ്സിൽ ഉറപ്പിക്കുകയാണ്, ഇവരെ ഇങ്ങനെ വിട്ടാൽ പറ്റില്ല എന്നുള്ള ഒരു തീരുമാനം മാഷ് എടുക്കണം. അങ്ങനെ സഹിക്കേട്ട മാഷ് എല്ലാവരുടെയും മുന്നിൽ വെച്ച് ദേഷ്യത്തിൽ ഒച്ചയെടുത്ത് പറയാണ്, ഇനി ഒരാൾ പോലും ഇവിടെ ഒരക്ഷരം പോലും മിണ്ടരുത്, എനിക്കറിയാം എന്ത് ചെയ്യണമെന്നുള്ളത്, ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്, ഇനി ഇവിടെ ആരെങ്കിലും എന്തെങ്കിലും സംസാരിച്ചാലുണ്ടല്ലോ എന്നങ്ങ് പറഞ്ഞ് മാഷ് ആരോടും ഇതുവരെ ദേഷ്യപ്പെടാത്ത ഭാവത്തിലാണ് കേട്ടോ എല്ലാവരുടെയും മുന്നിൽ വെച്ച് മാഷ് ഒച്ചയെടുത്ത് അങ്ങ് സംസാരിക്കുന്നത്. അത് കാണുന്ന സമയത്ത് എല്ലാവരും അന്ന് പേടിച്ചു പോവാണ്. അങ്ങനെ എല്ലാവരും സ്വത്തിന് വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല പ്രശ്നത്തിലാവുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സ്നേഹമില്ലാതെ എല്ലാവരും നല്ല പ്രശ്നത്തിലാവുകയാണ്. ചീരുവും ദയയും അമ്പിളിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വഴക്കിടുകയാണ്. മക്കൾക്ക് വേണ്ടി ഇതുവരെയും ജീവിച്ച അനന്തം മാഷിന് മക്കൾ തന്നെ സ്വത്തിനു വേണ്ടിയിട്ട് വലിയൊരു തിരിച്ചടിയാണ് കൊടുക്കാൻ പോകുന്നത്.